നമസ്കാരം. തൃശൂർ മുണ്ടത്തിക്കോട് ഉഗ്ര സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് മരണസംഖ്യ 6 ആയിട്ടുണ്ട്. ഏതാണ്ട് 40-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ഉഗ്ര സ്ഫോടനത്തിൽ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ ഒരുപാട് ദൂരേക്ക്, മീറ്ററുകൾ ദൂരേക്ക് തെറിച്ചു വീണതായി ചില ദൃക്സാക്ഷികൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. മുണ്ടത്തിക്കോട് സ്ഫോടനം തിരുവമ്പാടി സംഘത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് പുരയിലാണ് ഉഗ്ര ശബ്ദത്തോടുകൂടി വൈകിട്ട് ഏതാണ്ട് 4 മണി അടുപ്പിച്ച് സ്ഫോടനമുണ്ടായത്. മരണസംഖ്യ ഉയരുകയാണ്. രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും ആ പ്രത്യേക മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ രക്ഷാപ്രവർത്തകർക്ക് ഇപ്പോഴും കഴിയുന്നില്ല. കാരണം സ്ഫോടനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ മറ്റൊരു സ്ഫോടനമുണ്ടാകുന്നു. കാരണം പടക്ക നിർമ്മാണശാലയ്ക്കാണ്, സാമ്പിൾ പടക്കപ്പുരയ്ക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു സത്യമാണ്. ഇതുവരെ 6 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 40-ലധികം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പരിക്കേറ്റ 5 പേരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ മറ്റ് ചില സ്വകാര്യ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. തിരുവമ്പാടി വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീഷ് എന്ന വ്യക്തിയുടെ വെടിക്കെട്ട് പുരയിലാണ് ഈ ഉഗ്ര സ്ഫോടനം വൈകിട്ടോടെ ഉണ്ടായത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പടക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരുക്കത്തിലായിരുന്നു, തിരക്കിലായിരുന്നു. ഒപ്പം ചില സ്ത്രീ തൊഴിലാളികളുമൊക്കെ ഈ വെടിക്കെട്ട് പുരയ്ക്ക് ഉള്ളിലുണ്ടായിരുന്നു. അവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിൽ ചിലർക്കും അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ അറിവനുസരിച്ച് 6 പേർ മരണപ്പെട്ടിരിക്കുന്നു. 40-ലധികം പേർ വിവിധ ആശുപത്രികളിലായി തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അടക്കം ഉള്ള വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. അപ്പോൾ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ മാസം 24-നാണ് തൃശൂർ പൂരം വെടിക്കെട്ട് നടക്കേണ്ടത്, സാമ്പിൾ വെടിക്കെട്ട്. അതിനുവേണ്ടി പടക്കങ്ങൾ ഒരുക്കുന്നതിനിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഏതാണ്ട് കിലോമീറ്ററോളം അകലേക്ക് സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് പ്രദേശവാസികൾ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നാണ്, അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ദൃക്സാക്ഷികളും അതുതന്നെയാണ് പറയുന്നത്. പ്രദേശത്ത് പ്രത്യേകമായി പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്നി രക്ഷാസേനയുടെ വിവിധ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കാത്തത് വലിയ ദുഷ്കരമായ ഒരു കാര്യമായി രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. മരണസംഖ്യ 6, നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ശരീരാവശിഷ്ടങ്ങൾ ഏതാണ്ട് 1 കിലോമീറ്റർ അകലേക്കൊക്കെ തെറിച്ചു വീണതായുള്ള ചില റിപ്പോർട്ടുകളുമുണ്ട്. വളരെ ദുഃഖകരമായ, ദാരുണമായ സംഭവമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരുന്നത്.